US കയറ്റുമതിക്കുള്ള തീരുവകൾ പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ 50% പുതിയ തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. നാളെയോടെ പ്രതികാര തീരുവകൾ പിൻവലിക്കണമെന്നാണ് ആവശ്യം. അതേസമയം ഓഹരി വിപണികളിൽ ഇടിവ് തുടരുകയാണ്. US കയറ്റുമതിക്കുള്ള തീരുവകൾ പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ 50% പുതിയ തീരുവ ചുമത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ട്രംപിന്റെ തീരുവ യുദ്ധം തുടരുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ US കയറ്റുമതിക്കുള്ള തീരുവകൾ പിൻവലിച്ചില്ല എങ്കിൽ ചൈനയ്ക്ക് മേൽ 50% പുതിയ തീരുവ ചുമത്തുമെന്നുള്ള ഭീഷണിയുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. നാളെയോടെ പ്രതികാര തീരുവകൾ പിൻവലിക്കണമെന്നാണ് ആവശ്യം. അവസാന താക്കീതാണ് ചൈനയ്ക്ക് മേൽ എന്നാണ് മനസ്സിലാക്കുന്നത്. MG രേണുക ചേരുന്നു വിവരങ്ങളുമായി. രേണുക, ട്രംപിന്റെ തീരുവ യുദ്ധം അതിന്റെ പുതിയ ഭീഷണി അല്ലേ? തീർച്ചയായും ഭവ്യ, ട്രംപിന്റെ പകരം തീരുവ പ്രഖ്യാപനത്തിൽ ലോകമാകമാനം ഓഹരി വിപണികളിൽ വൻ തിരിച്ചടിവ് നേരിടുകയാണ്. ആ സമയത്ത് തന്നെയാണ് ചൈനയ്ക്കെതിരെ ഭീഷണി സന്ദേശം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചൈന 34% തീരുവ പ്രഖ്യാപിച്ചത് നാളെ പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ 50% അധിക തീരുവ ഏർപ്പെടുത്തും എന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ട്രംപ് ഇത്തരമൊരു ഭീഷണി ചൈനയ്ക്ക് നൽകുന്നത്. നമുക്കറിയാം, പകരം തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ലോകമാകമാനം കോവിഡിന് ശേഷമുള്ള കനത്ത തകർച്ച ഓഹരി വിപണികളിൽ നേരിടുകയാണ്. അമേരിക്കൻ വിപണികളിലും അത്തരം തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ആഗോള മാന്ദ്യമായി മാറുമോ എന്ന ഭീഷണി ലോകമാകമാനം പടർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കാത്തിരിക്കൂ, നല്ല കാര്യങ്ങൾക്ക് കാത്തിരിക്കൂ എന്ന സന്ദേശമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നത്. അതിനുശേഷവും ഓഹരി വിപണികളിൽ ഈ മാന്ദ്യം തുടരുകയാണ്. ഇന്ന് ഒരുപക്ഷെ ഈ പകരം ചുങ്കം ഏർപ്പെടുത്തുന്നതിന് 90 ദിവസത്തെ ഒരു ഇടവേള നൽകും അമേരിക്ക എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് വിപണികൾ തുടങ്ങിയത്. ആ ഒരു നേട്ടം ആദ്യ മണിക്കൂറിൽ തുടക്ക സമയത്ത് ഓഹരി വിപണികൾക്ക് നേടാനും സാധിച്ചു. ഏതാണ്ട് 3% ഒക്കെ അമേരിക്കൻ വിപണികളിലും ആ ഒരു ചലനം നമുക്ക് ദൃശ്യമായിരുന്നു. 3% മൂന്ന് എക്സ്ചേഞ്ചുകളിലും, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും, അത് S&P ആയാലും നാസ്ഡാക്ക് ആയാലും ഡൗ ജോൺസ് ആയാലും ഒക്കെ അങ്ങനെ ഒരു ഉണർവ് പ്രകടിപ്പിച്ചു. പക്ഷേ ആ സമയത്ത് തന്നെ ഈ ഔദ്യോഗിക കേന്ദ്രങ്ങൾ ഇത്തരമൊരു നീക്കം ഉണ്ടാകില്ല, 90 ദിവസത്തെ ഇടവേള ഈ പകരം ചുങ്കം ഏർപ്പെടുത്തുന്നതിനുണ്ടാകില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഒറ്റയടിക്ക് വിപണികൾ ഇടിയുകയായിരുന്നു. അതിനുശേഷം കുത്തനെയുള്ള ഇടിവായിരുന്നു നാസ്ഡാക്ക് ആയാലും ഡൗ ജോൺസ് ആയാലും ഒക്കെ നേരിട്ടത്. ഇത് അമേരിക്കൻ വിപണികളിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല, ലോകത്താകമാനം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ ഇത് പിന്നോട്ടടിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഇടിവ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഹോങ്കോങ്ങിലും ചൈനയിലും ഒക്കെ നേരിട്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു തിരിച്ചടിവ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഇത് നീങ്ങുമോ എന്ന ഭയം നിക്ഷേപകർ ഒക്കെ കാണിക്കുമ്പോൾ തന്നെയാണ് ട്രംപ് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തുന്നത്. ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ പകരം ചുങ്കം, അത് അതിന് തിരിച്ചടിയായി ചൈന ഏർപ്പെടുത്തിയ 34% തീരുവ എന്നത് പിൻവലിക്കണം. അത് പിൻവലിച്ചില്ല എങ്കിൽ 50%-മായി കൂടുതൽ അധിക തീരുവ ചൈനയ്ക്ക് മേൽ ചുമത്തും എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ചൈനയുടെ ഇതിനോടുള്ള പ്രതികരണം എന്നത് വ്യക്തമായിട്ടില്ല. നേരത്തെ രാഷ്ട്രീയമായും ഈ സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇത് അമേരിക്കയെ ചൂഷണം ചെയ്യാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാലങ്ങളായി മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഭരണകൂടങ്ങൾ അതിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. ബൈഡനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ താൻ ആ തീരുമാനങ്ങൾ എടുക്കുന്നു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് കാത്തിരിക്കേണ്ടി വരും, നല്ല കാലത്തിനായി കാത്തിരിക്കാം എന്നതാണ് ട്രംപ് ആഹ്വാനം ചെയ്തത്. ചില മരുന്നുകൾ വേണ്ടിവരും എന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ചില പ്രശ്നങ്ങൾക്ക് ചില മരുന്നുകൾ വേണ്ടിവരും എന്നതും സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ, ഈ ഓഹരി വിപണിയിലെ തിരിച്ചടികളിൽ കാത്തിരിക്കൂ എന്ന സന്ദേശം ട്രംപ് നൽകുന്നുണ്ട്. പക്ഷേ പിന്നോട്ടില്ല എന്ന സൂചനകളും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതാണ് ചൈനയ്ക്ക് നൽകിയ സന്ദേശം. കൂടുതൽ ഒരു തീരുവ യുദ്ധത്തിലേക്ക് ഈ അമേരിക്കയും ചൈനയും നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ ഇത് പിൻവലിച്ചില്ല എങ്കിൽ മറ്റന്നാൾ മുതൽ 50% തീരുവ ഏർപ്പെടുത്തും എന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ
ഈ പ്രഖ്യാപനത്തോട് ചൈന എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് കാത്തിരിക്കുകയാണ്. ആഗോള വിപണിയിൽ ഇപ്പോഴും ഈ തിരിച്ചടി തുടരുകയാണ്. ഈ പകരം ചുങ്കവുമായി അമേരിക്കയും ചൈനയും കൂടുതൽ ഇത്തരം തീരുവ യുദ്ധത്തിലേക്ക് പോയാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്ന ആശങ്ക ഇപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ആഗോള തലത്തിൽ തന്നെ നിക്ഷേപകർ കോവിഡിന് ശേഷമുള്ള വലിയ തകർച്ച നേരിടുന്നത് കാണുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി കൂടി വരുന്നത്. ശരി, എം ജി രേണുകയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി.